ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പുതിയ ദിവസം, പുതിയ വചനം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം, ഇന്നലെ പഠിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 25-ാമത്തെ വചനമായിരുന്നു. ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും, ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ അതായത് ഇന്നലെ പഠിച്ചത് നാം വിശുദ്ധിയോടെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവണം, ഇത് തന്നെയാണ്. ഇന്ന് അതേ വചനം, അതേ ആഹ്വാനമാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഇന്ന് പഠിക്കുന്ന വചനം ഏതാണെന്ന് അറിയാമോ? മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷമാണ്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 11-18. The Gospel of St. Matthew chapter 15 verse 11 and 18. ഈ രണ്ട് വചനങ്ങൾ ചേർന്ന് വായിക്കണം. വചനം ഇതാണ്: വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇനി 18-ാമത്തെ വചനം പറയുന്നു, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഗോസ് ഇൻ ടു ദ മൗത്ത് ദാറ്റ് ഡിഫൈൽസ് ദ പേഴ്സൺ, ബട്ട് വാട്ട് കംസ് ഔട്ട് ഓഫ് ദ മൗത്ത് ദാറ്റ് ഡിഫൈൽസ്. വാട്ട് കംസ് ഔട്ട് ഓഫ് ദ മൗത്ത് പ്രൊസീഡ്സ് ഫ്രം ദ ഹാർട്ട്, ദാറ്റ്സ് വാട്ട് ഡിഫൈൽസ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ അവിടെയാണ് ഇത് മെനയുന്നത്. കേട്ടിട്ടില്ലേ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്? ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയെ എല്ലാവരും മാനിക്കില്ല കേട്ടോ. ഒരിക്കലും അത് മാനിക്കപ്പെടും എന്ന് കരുതരുത്. നമ്മുടെ ചില വ്യക്തികളൊക്കെ ഇങ്ങനെ തുടരെ ചീത്ത വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് ഹൃദയത്തിൽ നിന്നാണ്. അത് അശുദ്ധനാക്കുക തന്നെ ചെയ്യും. വിശുദ്ധിയുള്ള ഒരു നാവ് അത് ഹൃദയത്തിൻ്റെ അവകാശമാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ ഒരുവനെ ശരീരം മുഴുവൻ നമ്മുടെ ജീവിതം മുഴുവൻ വിശുദ്ധീകരിക്കും. അങ്ങനെ നല്ല വാക്കുകൾ പറയാനായിട്ട് നമ്മുടെ നാവുകളൊക്കെ ഉപയോഗിക്കുക. ചീത്ത വാക്കുകളെ ഉപയോഗിക്കരുത്. അങ്ങനെ പറയാനൊരു ടെൻഡൻസി പോലും ഉണ്ടാവരുത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ നാവിനെ ശുദ്ധീകരിക്കണമേ, നാവിനെ ശുദ്ധീകരിക്കണം. നല്ല വാക്കുകൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം അനുഗ്രഹിക്കും കേട്ടോ. നമ്മുടെ ഹൃദയത്തിൽ നല്ലത് നിരൂപിച്ചാൽ നല്ല വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.